അങ്ങനെ ഓഡ് സെമസ്റ്റർ പരീക്ഷകൾക്ക് ശേഷം റിസൾട്ടുകൾ ഓരോന്നായി വന്നു തുടങ്ങി. ഡിസംബർ മാസം 31-ന് ഒന്നാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വന്നു. ദെൻ ജനുവരി 4 മുതൽക്ക് അഞ്ചാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വന്നു. ഇനി 1-2 SD പ്രോഗ്രാമുകളുടെ റിസൾട്ടുകൾ മാത്രമാണ് വരാനുള്ളത്. അതിനുശേഷം മൂന്നാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വരും. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിനിടയിൽ പല വിദ്യാർത്ഥികൾ ചോദിച്ചിരുന്നു, ഇനി അടുത്ത സെമസ്റ്റർ പരീക്ഷകൾ ഏതൊക്കെയാണ്, എന്നാണ് ഈ പരീക്ഷകൾ വരിക എന്ന്. ഓഫ് കോഴ്സ് കോളേജിലത്തെ സൂപ്പർ സീനിയേഴ്സ് ആയിട്ടുള്ള 6ാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടേതായിരിക്കും ആദ്യത്തെ പരീക്ഷകൾ. ജനുവരി മാസം 1 മുതൽ 6ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്നിട്ടുണ്ട്. ജനുവരി 15-നാണ് ഫൈൻ ഇല്ലാതെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. ഇനിയും ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക. അവസാന ദിവസങ്ങളിലേക്ക് വെക്കരുത്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തിരക്കും. ദെൻ സൈറ്റ് ഹാങ് ഒക്കെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫൈനിലേക്ക് പോകേണ്ടി വരും. വെറുതെ ഫൈൻ അടച്ച് പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആയതുകൊണ്ട് 15-ന് മുമ്പായി തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, 6ാം സെമസ്റ്റർ പരീക്ഷകൾക്ക് ശേഷമേ 2ഉം 4ഉം സെമസ്റ്റർ പരീക്ഷകൾ ഉണ്ടായിരിക്കുകയുള്ളൂ. ആദ്യം 6ാം സെമസ്റ്റർ പരീക്ഷകൾ മോസ്റ്റ് പ്രോബബ്ലി മാർച്ച് തന്നെ ഉണ്ടായിരിക്കും. അതിനുശേഷമായിരിക്കും 4ഉം 2ഉം സെമസ്റ്റർ പരീക്ഷകൾ. ജനുവരി മാസം അവസാനമോ ഫെബ്രുവരി മാസം ആദ്യമോ ആയി 2-4 സെമസ്റ്റർ പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്, രജിസ്ട്രേഷൻ ഡേറ്റ് വരുന്നതാണ്. എന്നാൽ പരീക്ഷകൾ 6ാം സെമസ്റ്ററിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. ഇനി വരാൻ പോകുന്നത് ഈവൻ സെമസ്റ്റർ പരീക്ഷകളാണ്. ആദ്യം 6, ദെൻ 4, ദെൻ 2 അങ്ങനെ ആവാനാണ് സാധ്യത. വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങളുടെ സെമസ്റ്റർ പരീക്ഷകൾ കഴിഞ്ഞു, ഇനി ഈവൻ സെമസ്റ്ററാണ്. അതിൻ്റെ സിലബസും നോട്ട്സും നിങ്ങൾ തന്നെ പ്രിപ്പയർ ചെയ്യുക, പഠിച്ച് മുന്നോട്ട് പോവുക. അവസാന സമയത്തേക്ക് വെക്കരുത്. അവസാന സമയത്ത് വെക്കുമ്പോഴാണ് നമുക്ക് കുറച്ചധികം തലവേദന ഉണ്ടാവുന്നത്. അത് ഒഴിവാക്കി ഉള്ള സമയം ഇതിനുവേണ്ടി പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്നവർക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.